ആർഷീദ്, നേരത്തെ ഞാൻ ചോദിച്ചു വന്നത് ഇടതുപക്ഷത്തിനൊപ്പം ഇടതോരം ചേർന്ന് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് ശ്രീലേഖ മിത്ര. അതവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തനിക്ക് പിന്നിൽ ആളുകളുണ്ട് എന്ന് രഞ്ജിത്ത് പറഞ്ഞതിനോടുള്ള പ്രതിഷേധമാണ് ആ വാചകങ്ങൾ. അവർ നേരിട്ടത് എന്താണ് എന്നുള്ളത് അവർ ഇത്ര കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നു. 15 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചാലും ഇത് തന്നെ പറയുമെന്ന് അവർ പറയുന്നു. അത് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് ആ വാചകങ്ങൾ എത്തിയിട്ടില്ലേ ആർഷീദ്? അവരത് കേട്ടില്ലേ? ഈ രഞ്ജിത്തുവിൻ്റെ ഭാവിയെ സംബന്ധിച്ച് രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം നേരത്തെ സജി ചെറിയാൻ ചോദിച്ച ചോദ്യമാണ്. എന്നാൽ അവർ സജി ചെറിയാൻ ചോദിച്ച ടോണിലല്ല എന്ന് മാത്രം അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ശ്രീലേഖ മിത്ര പരാതി നൽകാൻ തയ്യാറാകാത്തത്, അവർക്ക് പരാതി നൽകിക്കൂടെ എന്ന അനുഭാവപൂർവ്വമുള്ള ചോദ്യമാണ് അവരിൽ നിന്ന് ഉണ്ടായത്. അപ്പോഴാണ് നമുക്ക് നൽകിയ സുജയ നേരത്തെ ശ്രീലേഖ മിത്രയുമായി സംസാരിച്ചപ്പോൾ അവർ നൽകിയ പ്രതികരണം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഞാൻ കൊൽക്കത്തയിൽ നിന്ന് ഇവിടെ വന്ന് ഈ പരാതി നൽകണോ എന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല, ഒരു സ്ത്രീ അവർക്ക് നേരിട്ട അഭിമാനക്ഷതത്തെ, അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ഇടപെടൽ ഒരു സംവിധായകനിൽ നിന്ന് ഉണ്ടായതിനെക്കുറിച്ച് പറയുമ്പോൾ, അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അക്കാര്യം പറയുമ്പോൾ അതിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ താനാണ് ഇര എന്ന പ്രതികരണമാണ് ചില മാധ്യമങ്ങൾക്ക് രഞ്ജിത്ത് നൽകിയത്. അപ്പോൾ ഒരു സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തലിനെ ഏറ്റവും ആക്ഷേപകരമായി അധിക്ഷേപകരമായി ചിത്രീകരിക്കുക എന്ന കുറ്റം കൂടിയാണ് ഈ രഞ്ജിത്ത് ചെയ്തിരിക്കുന്നത്. അത്തരമൊരാളെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് സ്ത്രീപക്ഷ നിലപാട് പുലർത്തുന്ന, പുരോഗമന വീക്ഷണം പുലർത്തുന്ന ഒരു സർക്കാരിന് ഒട്ടും ഭൂഷണമല്ല എന്ന തിരിച്ചറിവിലേക്ക് ഭരണ നേതൃത്വം എത്തുകയാണ്. അതുകൊണ്ട് ഈ രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ അനിവാര്യമായത് സംഭവിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന കൃത്യമായ സൂചന. ഇത് രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉയരുന്നത് ഇതാദ്യമല്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് വന്ന ശേഷം അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ വന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഇതേപ്പറ്റി ചോദിക്കാൻ മറ്റും തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ശസ്ത്രക്രിയയ്ക്ക് മറ്റും വിധേയനായതുകൊണ്ട് പിന്നീട് അക്കാര്യത്തിൽ ഒരു തുടർ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ലൈംഗിക ആരോപണമെന്ന ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു. അത്തരമൊരാളെ സ്ത്രീപക്ഷ നിലപാട് പുലർത്തുന്ന, പുരോഗമന വീക്ഷണമുള്ള ഒരു സർക്കാർ അതിന് തലപ്പത്തിരുത്തിയ, അതിൻ്റെ ഒരു അക്കാദമിയുടെ തലപ്പത്തിരുത്തുന്നത് ശരിയാണോ എന്ന വലിയ ചോദ്യമാണ് സർക്കാർ നേരിടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ സർക്കാർ വലിയ തോതിൽ പ്രതിരോധത്തിലാണ്, വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അതിനിടയ്ക്ക് രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം കൂടി വന്നതോടെ സർക്കാർ വലിയ തോതിൽ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ രഞ്ജിത്തിനെ ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്ന വികാരമാണ് പാർട്ടിക്കകത്തും ഭരണ നേതൃത്വത്തിനകത്തും ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് രഞ്ജിത്ത് സ്വയം സ്ഥാനമൊഴിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അപ്പുറത്തേക്കുള്ള വഴി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. ഓക്കെ, ആർ ശ്രീജിത്ത്. ടി വി പ്രസാദ് നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിങ് ടി വി പ്രസാദ്. രഞ്ജിത്തിനെതിരായ പ്രതിഷേധം രഞ്ജിത്ത് താമസിക്കുന്ന വയനാട്ടിലെ ഇടത്തടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധം ഏത് തരത്തിലാണിപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുന്നത്? രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്, കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നെങ്കിലും ഇന്നാകുമ്പോഴേക്കും ആ പ്രതിഷേധത്തിന്റെ ചൂട് കൂടുകയല്ലേ? പ്രതിഷേധം വ്യാപിക്കുകയാണ് സുജിയ. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ വന്നു തുടങ്ങിയിരുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ തന്നെ ആ ചെയർമാൻ രാജിവെക്കണം എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തി. ഇന്ന് രാവിലെയാകുമ്പോഴേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ കൂടാതെ ഇടതുപക്ഷത്തുള്ള നിരവധി പേരും രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനി രാജ വരുന്നു, അതുപോലെ തന്നെ CPIയുടെ യുവജന സംഘടനാ നേതാവ് വരുന്നു. മാത്രമല്ല ഇടതുപക്ഷ സഹയാത്രികരായ സംവിധായകരും ചലച്ചിത്ര പ്രവർത്തകരും രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ VD സതീശൻ രംഗത്ത് വന്നതിന് പിന്നാലെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് രംഗത്തെത്തി. അതിനിടയിൽ സജി ചെറിയാൻ്റെ വീട്ടിലേക്കും മാർച്ച് നടന്നു. സജി ചെറിയാൻ ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് സജി ചെറിയാനെതിരെയും രോഷം രൂക്ഷമായത്. ചുരുക്കത്തിൽ പ്രതിഷേധം നുരഞ്ഞു പൊങ്ങുകയാണ്. പ്രതികരണങ്ങൾ കൂടാതെ പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്കും കാര്യങ്ങൾ വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI നേതാവായ ആനി രാജയുടെ പ്രസ്താവനയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയും പ്രത്യക്ഷമായി തന്നെ രഞ്ജിത്തിനെതിരെ രംഗത്തെത്തി എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചുരുക്കത്തിൽ രഞ്ജിത്തിന് അനുകൂലമായി പറയുന്നവർ പരസ്യമായി രംഗത്ത് വരുന്നില്ല. അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെ എതിർക്കുന്ന ഇടതുപക്ഷത്തുള്ളവർ രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ
കൂടുതൽ പ്രതികരണങ്ങൾ കാണാതിരിക്കാനുള്ള കാരണം എങ്ങനെ രഞ്ജിത്തിനെതിരെ പറയും, അത് പാർട്ടിക്കെതിരാകുമോ സർക്കാരിനെതിരാകുമോ എന്ന് ഭയന്നാണ് പലരും പിന്മാറുന്നത്. അവർ പലരും ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പേഴ്സണലായി പറയുന്നുണ്ട് രഞ്ജിത്ത് രാജിവെക്കണം എന്നുള്ള നിലപാട്. പക്ഷേ അത് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്നിട്ടും ആനി രാജയെ പോലെ, പി സതീദേവിയെ പോലെ നിരവധി പേർ രംഗത്തേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ സഹയാത്രികനായ ചലച്ചിത്ര അക്കാദമി അംഗമായ സംവിധായകനായ മനോജ് ഖാനയെ പോലെയുള്ളവർ, അനിൽ വി നാഗേന്ദ്രനെ പോലെയുള്ളവർ അങ്ങനെ പരസ്യമായി രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. തീർച്ചയായും നടിയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമായ സാഹചര്യത്തിൽ ഈ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഭാഗമായും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം നേരത്തെ ഈ രഞ്ജിത്തിനെതിരെ 15 ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധായകരടക്കം ഒരു കത്ത് കൊടുത്തിരുന്നു ചെയർമാനെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അന്ന് അനുകൂലമായ നടപടി ഉണ്ടായിരുന്നില്ല. അന്ന് പരക്കെ ഉണ്ടായിരുന്ന വിമർശനം രഞ്ജിത്തിനെ സഹായിച്ചത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. പരസ്യമായി ഒരു നടി, ബംഗാളിൽ നിന്നുള്ള നടി പ്രത്യക്ഷമായി രംഗത്ത് വന്ന ഒരു സാഹചര്യം മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ അത് 4.5 വർഷം പൂർത്തിയെന്ന ആരോപണം നേരിടുന്ന സാഹചര്യം. ചുരുക്കത്തിൽ എല്ലാം കൂടി സർക്കാരിനെതിരെ തിരിഞ്ഞുകൊത്തുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ നേതാക്കളും കൂട്ടത്തോടെ രഞ്ജിത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം അത് അവഗണിക്കാൻ കഴിയില്ല എന്നു തന്നെയാണ് പരിസ്ഥിതികൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ. ഓക്കെ, കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം നമുക്ക്. ശ്രീജിത്തിലേക്കും TV പ്രസാദിലേക്കും.